नमस्ते बच्चों, आज हम बागा बोध नामक पाठ के अगले भाग देखेगा। पिछले भाग में हमने अंकित के घर में एक चोर आकर मिठाई लेकर गया। उसकी अम्मा ने कहा, अंकित ने मिठाई खा गया। तो देखिए, अंकित चोर को पकड़ने के लिए कुर्सी के पीछे चिपकर लगा और देखिए आगे देखिए, खिड़की भी बंद कर दी गई। मैं कुर्सी के पीछे चिपकर चाकने लगा। അവൻ കസേരയുടെ പിറകിലിരുന്ന് എത്തി നോക്കാൻ തുടങ്ങി। मैं उसे देखना चाहता था। इतने में मैंने देखी एक बंदर पाइप के सहारे तेजी से चढ़कर ऊपर आया। उसने खिड़की खोली और रसोई घर में घुसकर फ्रिज के अंदर से मिठाई उड़ा ली। फिर वह वहाँ से 9-2-11 हो गया। मैं चिल्लाता हुआ बाहर की तरफ दौड़ा, अम्मा चोर पकड़ गया। बूद कुछ नहीं है, ये तो एक बंदर है। यहाँ देखिए, मैं उसे देखना चाहता था। ഇവിടെ അങ്കിത് കള്ളനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു। അവൻ കസാരയുടെ പിറകിൽ ഒളിച്ചിരുന്നു। इतने में मैंने देखा कि एक बंदर पाइप के सहारे तेजी से चढ़कर ऊपर आया। അങ്ങനെ അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏക് ബന്ദർ, ഒരു കുരങ്ങൻ പൈപ്പിൻ്റെ സഹായത്താൽ പൈപ്പിലൂടെ വേഗത്തിൽ അവിടേക്ക് എത്തി, മുകളിലെത്തി. ഉസ്നെ കിടക്കി കോലി, അവൻ ജനവാതിൽ തുറന്നു. ആ രസോയ് ഘർ മേ ഘുസ്കർ, രസോയ് ഘറിലേക്ക് പ്രവേശിച്ചു, ജനാലിലൂടെ അടുക്കളയിൽ പ്രവേശിച്ചു. ഫ്രിഡ്ജ് കെ അന്തർ സെ മിഠായി ഉടാലി, ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന മിഠായി എടുത്തു. ഫിർ വഹാം സെ 9-2-11 ഹോ ഗയ. 9-2-11 എന്ന് പറഞ്ഞാൽ എസ്കേപ്പ്, വളരെ പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെട്ടു. ആ മിഠായിയും എടുത്ത് കുരങ്ങൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. മേ ചില്ലാത്ത ഹുവ ബാഹർ കി തരഫ് ദൗഡ, ഞാൻ ഒച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. അമ്മ ചോർ പക്കടാ ഗയ. ബൂത് കുച്ച് നഹി ഹെ, യേ തോ ഏക് ബന്ദർ ഹെ. അങ്കിത് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി അമ്മയോട് പറഞ്ഞു, ഭൂതമൊന്നുമില്ല, ഇത് ഒരു കുരങ്ങനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. അമ്മ के साथ सब बाहर आ गई। बंदर को भागते देखने माँ ने कहा, अरे तू तो बड़ा जासूस है, तूने तो इतनी आसानी से चोर को पकड़ लिया, तू तो मेरा होनहार बेटा निकला। അമ്മ के साथ सब बाहर आ गई, അമ്മയുടെ കൂടെ എല്ലാവരും പുറത്തേക്ക് ഓടി വന്നു. ബന്ദർ കോ ഭാഗ്തേ ദേക്കാ മാനെ കഹാ, ബന്ദർ ഓടുന്നത് കണ്ട അമ്മ പറഞ്ഞു, അരെ തൂ തോ ബഡാ ജാസൂസ് ഹേ, നീ വളരെ ജാസൂസ് എന്ന് പറഞ്ഞ സ്പൈ, നീ ഒരു ചാരനെ പോലെ പ്രവർത്തിച്ചു. തൂനെ തോ ഇത്തിനി ആസാനിസെ ചോർക്കോ പക്കഡ്ലിയ, നീ എത്ര പെട്ടെന്ന് കള്ളനെ പിടിച്ചോ. തൂത്തോ മേര ഹോനഹാർ ബേട്ടാ നിക്കല, നീ എൻ്റെ ആശാജനകമായ പുത്രനാണ്, എൻ്റെ എല്ലാമാണ് പുത്രനാണ് എന്ന് അമ്മ അവനെ പുകഴ്ത്തി പറഞ്ഞു. പിതാജീനെ കഹാ, പടേ ലിഖേ ബുദ്ധിമാൻ ബച്ചെ जांच परख कर ही किसी पर विश्वास करता है. പിതാജീനെ കഹ, പടേ ലിഖേ, അതായത് പഠിപ്പും വിവരമൊക്കെ ഉള്ള കുട്ടികൾ, ബുദ്ധിമാൻ ബച്ചെ, നല്ല ഇൻ്റലിജൻ്റ് ആയ കുട്ടികൾ, ജാഞ്ച് പരക്കർ ഹി കിസി പർ വിശ്വാസ് കർത്തെ, അതായത് തെളിവുണ്ടെങ്കിൽ മാത്രമേ, അതായത് ശരിയായ വിവരം കിട്ടിയെങ്കിലേ വിശ്വസിക്കൂ. മേരി ബഹൻ ബോലി, മാസ്റ്റർജീനെ കഹാ ദാ കി ബൂദ് ബഹം കാ നാം ഹേ. അപ്പോൾ അവൻ്റെ സിസ്റ്റർ പറഞ്ഞു, മാസ്റ്റർജീനെ കഹാദ, അവരുടെ മാഷ് പറഞ്ഞിട്ടുണ്ട്, ബൂദ് വഹം കാ നാം ഹേ. ബൂദ് പറഞ്ഞാൽ, വഹം എന്ന് പറഞ്ഞാൽ സൂപ്പർസ്റ്റിഷൻ, അതായത് നമ്മുടെ ഒരു മിഥ്യയാണ്, ഭൂതമൊന്നുമില്ല. അബ് നൗക്കർ ഗോവിന്ദ് ബി ജാൻ ഗയാ കി ബൂദ് വഗൈരह नहीं होता. उसने कहा, अंकित भैया लालची ज़रूर है पर छूटे या चोर नहीं. ऐसे लोगों को देखकर तो बूद भी धूम दबाकर भाग जाएगा. अब नौकर ഗോവിന്ദ് അവിടെ വന്നിട്ട് പറഞ്ഞു, ജാൻ ഗയാക്കി ഭൂത് വഗൈര നഹി ഹോത്തെ, അവന് മനസ്സിലായി ഭൂതമൊന്നുമില്ല. ഉസ്നെ കഹ, അങ്കിത് ഭയ്യ ലാൽച്ചി ജറൂർ ഹേ. അങ്കിത് ആരാണ്? ലാൽച്ചി, ഗ്രീഡിയാണ്, അത്യാഗ്രഹമൊക്കെ ഉണ്ട്. പർ ചൂട്ട യാ ചോർ നഹി, അവൻ കള്ളനല്ല, അതുപോലെ കള്ളം പറയില്ല, കള്ളത്തരം ചെയ്യുകയുമില്ല. ഐസെ ലോക്കോ ദേക്കർ തോ ഭൂത് ബി ധൂം ദബാക്കർ ബാഗ് ജായ, അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ ഭൂതമൊക്കെ ധൂം ദബാക്കർ എന്ന് പറഞ്ഞാൽ സ്കട്ടിൽ, അതായത് വേഗം ഓടിപ്പോകും. സബ് കിൽക്കിലാക്കർ ഹസ്നെ ലഗ, എല്ലാവരും പൊട്ടിച്ചിരിച്ചു.
शिक्षा पढ़े लिखे बुद्धिमान बच्चे जांच परकर किसी बात पर विश्वास करते हैं. അതായത് നല്ല പഠിപ്പൊക്കെയുള്ള കുട്ടികൾ ഒരിക്കലും അന്ധവിശ്വാസത്തിൽ മുഴുകില്ല. അവർ ശരിയായ തെളിവ് കിട്ടിയെങ്കിൽ മാത്രമേ അത് വിശ്വസിക്കൂ എന്നാണ് ഈ പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. बच्चों आगे देखिए पर्यायवाची शब्द नौकर, सेवक, दास, झूठ, असत्य, मिथ्या, माँ, माता, अम्मा, खुशी, हर्ष, प्रसन्नता, शिक्षक, गुरु, आचार्य, बुद्धि, विवेक, अकल, कमजोरी. विलोम शब्द देखिए कमजोरी, ताकत, गरम, ठंडा, पसंद, नापसंद, बाहर, भीतर, दोषी, निर्दोष, सहमत, असहमत. आगे देखिए अब इस पाठ के प्रश्न देखिए. अंकित को क्या खाना अच्छा लगता है? देखिए अंकित को മിഠായി ഖാന അച്ഛാ ലഗ്താ ഹെ. अंकित को മിഠായി ഖാന, अंकितന് സ്വീറ്റ്സ് കഴിക്കാനാണ് ഇഷ്ടം. दूसरा क्वेश्चन मंदिर से मिठाई कौन बेचता है? मंदिरത്തിൽ നിന്ന്, അതായത് അമ്പലത്തിൽ നിന്ന് ആരാണ് മിഠായി കൊടുത്തയക്കുന്നത്? मंदिर से പൂജാരി മിഠായിയാം भेज लेता. मंदिरത്തിലുള്ള പൂജാരിയാണ് മിഠായി കൊടുത്തയച്ചത്. മിഠായി गायब हो जाने पर सबने किसे दोषी ठहराया? മിഠായി കളവ് പോയപ്പോൾ ആരാണ് കുറ്റപ്പെടുത്തിയത്? ആരെയാണ് കുറ്റപ്പെടുത്തിയത്? മിഠായി गायब हो जाने पर सबने अंकित को दोषी ठहराया. എല്ലാവരും അങ്കിതിനെയാണ് കുറ്റം പറഞ്ഞത്. क्या भूत प्रेत वास्तव से होते हैं? ഭൂതങ്ങളും പ്രേതങ്ങളും ശരിക്കുണ്ടോ? മാസ്റ്റർ ജീനെ ഇസ് ബാരെ മേ ക്യാ കഹാ? മാസ്റ്റർ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? നഹി വാസ്തവമേ ഭൂത് പ്രേത് നഹി ഹോത്തെ. ശരിക്കും ഭൂതപ്രേതങ്ങളൊന്നുമില്ല. മാസ്റ്റർ ജീനെ കഹാ കി യേ സബ് ബഹം ഹെ. ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണെന്നാണ് മാസ്റ്റർ ജി പറഞ്ഞിരിക്കുന്നത്. വാസ്തവിക് ചോർ കോൺ? ആരാണ് ശരിക്കും ഇവിടെ കള്ളൻ? വാസ്തവിക് ചോർ എക്ക് ബന്ദർ ദ. ഒരു കുരങ്ങനായിരുന്നു ശരിക്കും കള്ളൻ. ചോർ കോ പത കിസ്നെ ലഗായ ഓർ കൈസെ? കള്ളനെ കുറിച്ച് ആരാണ് കണ്ടുപിടിച്ചത്? അവർ എങ്ങനെയാണ്? ചോർ കോ പത അങ്കിതിനെ ലഗായ. ചോറിനെ കണ്ടുപിടിച്ചത് അങ്കിതാണ്. വ കുർസിക്ക് പീച്ചെ ചിപ്കർ ചാക്നെ ലഗ. അവൻ കസേരയ്ക്ക് പിറകിലിരുന്ന് ഒളിച്ചു നോക്കി. ഉസ്നെ ദേക്കാക്കി എക്ക് ബന്ദർ പൈപ്പ് കെ സഹാരെ തേസി സെ ചട്കർ. ഒരു കുരങ്ങൻ പൈപ്പിൻ്റെ സഹായത്താൽ വേഗത്തിൽ, തേസി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, ചട്കർ ഊപ്പറായ മുകളിലെത്തി, കിടക്കി കോലി ജനാവാതിൽ തുറന്നു. അവർ മിഠായി ലേക്കർ ഭാഗ്നെ ലഗ. മിഠായി എടുത്ത് ഓടിപ്പോയി. ഉസ്നെ സബ്കോ ബുലാക്കർ ദിക്കായാക്കി അസ്ലി ചോർ കോൻ ഹെ. അവൻ എല്ലാവരെയും വിളിച്ച് ശരിക്കുമുള്ള കള്ളൻ ആരാണെന്ന് കണ്ടെത്തി കൊടുത്തു. തേക്കോ അഗലെ ക്വസ്റ്റ്യൻ കിസ്നെ കിസ്സെ ഓർ ക്യോം കഹ? ആര് ആരോടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്? എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നാണ് കണ്ടെത്തേണ്ടത്. വൂ സെഡ് ടു വൂം ആൻഡ് വൈ? ഇസിനെ ലഡ്ഡു കായി ഹെ, ഇസെ കിസി കി പർവാഹ് നഹി, ബാഡ്കർ കാനത്തോ മാന ഇസൈ ആത്താ ഹി നഹി. ഇത് ആരോട് പറഞ്ഞതാണെന്നാണ് കണ്ടെത്തേണ്ടത്. മാനെ അങ്കിത് സെ ഐസ കഹ ഇസ്ലിയെ കഹ ക്യോങ്കി അങ്കിത് അക്സർ മിഠായിയം ചുരാക്കർ കാലേത്താത. അമ്മയാണ് ഇത് അങ്കിതിനോടാണ് പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ അങ്കിത് അക്സർ മിഠായിയം ചുരാക്കർ കാലാത്ത ഹെ. അതായത് എല്ലായ്പ്പോഴും അങ്കിതാണ് മിഠായി കട്ടെടുത്ത് കഴിക്കുന്നത്. അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. മേ കസം കാക്കർ കഹത്താ ഹൂം കി മേനെ ലഡ്ഡു നഹി കായി. അങ്കിതിനെ മാസെ കഹ. അങ്കിതാണ് ഇത് അമ്മയോടാണ് പറഞ്ഞത്. ക്യോങ്കി വഹ് രസോയിഗർ കി തരഫ് ഗയാ ഹി നഹീദ. അവൻ അടുക്കളയിലേക്കൊന്നും പോയിട്ടില്ല, അതുകൊണ്ടാണ് അങ്കിത് ഇങ്ങനെ പറഞ്ഞത്. ബയ്യത്തോ യഹി ബൈഠ്കർ കാം കർ രഹേത്. ഇത് ആരോട് പറഞ്ഞതാണെന്നാണ് കണ്ടെത്തേണ്ടത്. അങ്കിത് കി ബഹനെ മാസെ കഹ. അങ്കിതിൻ്റെ ബഹനാണ്, അമ്മയോടാണ്, സഹോദരിയാണ് പറഞ്ഞത് അമ്മയോട്. ക്യോങ്കി അങ്കിത് ഉസ്കെ സാത്ത് ബൈഠ്കർ കാം കർ രഹത്. എന്തുകൊണ്ടെന്നാൽ അങ്കിത് അവരുടെ കൂടെ, സിസ്റ്ററിൻ്റെ കൂടെ ഇരുന്ന് എന്തോ ജോലി ചെയ്യുകയായിരുന്നു. ശൈത്താൻ തൂനെ ഫിർ സാരി മിഠായിയാം കാലി. യേ മാനെ അങ്കിത് സെ കഹ ക്യോങ്കി ഫിർ മിഠായിയാം ഗായബ് ഹോ ഗൈദ്. അമ്മ അങ്കിതിനോട് പറഞ്ഞ കാര്യമാണിത്. കാരണം മിഠായിയാം പിന്നെയും ഗായബ് ഹോ ഗൈ. ഗായബ് എന്ന് പറഞ്ഞാൽ കാണാതെയായി. കോയ് ഭൂത് പ്രേത് നഹി ഹോത്ത യേ സബ് മൻഗഢിത് കഹാനിയാം ഹേ. അമ്മ और ബാപ്പുജീനെ സബ്സെ കഹ. അമ്മയും ബാപ്പുജിയാണ് എല്ലാവരോടുമായിട്ട് പറഞ്ഞതാണ്. ക്യോങ്കി ഉന്നെ ഭൂത് പ്രേത് പർ വിശ്വാസ് നഹിദ്. അവർക്ക് ഭൂതപ്രേതങ്ങളിലൊന്നും വിശ്വാസമില്ലായിരുന്നു. അഗലെ ക്വസ്റ്റ്യൻ देखिए सही या गलत का निशान लगाइए. गरम गरम मिठाई से अंकित का गाल पैर हाथ सब कुछ जल गया था. ചൂടുള്ള മിഠായി മൂലം അങ്കിതിൻ്റെ ചീക്സ്, ഗാൽ എന്ന് പറഞ്ഞാൽ ചീക്സ്, അതുപോലെ കൈകാലുകളൊക്കെ പൊള്ളി. ഇത് ട്രൂ ഓർ ഫോൾസ് ആണ് എഴുതേണ്ടത്. ട്രൂ ആണ്.
സാരി മിഠായിയാം ഭൂത് ചുരാക്കർ കാത്താ था എല്ലാ മിഠായികളൊക്കെ ഭൂതം കട്ടെടുത്ത് കഴിച്ചു. അത് റോങ് ആണ്. മാ അങ്കിത് കോ ഹി മിഠായി ചോർ മാറ്റി ദി അമ്മ അങ്കിതിനെ മിഠായി കള്ളനായിട്ട് കണക്കാക്കി. അത് ട്രൂ ആണ്. മാനെ അസ്ലി ചോർ കോ പക്കട അമ്മ ശരിയായ കള്ളനെ പിടിച്ചു. യത്തോ ഫോൾസ്. മാസ്റ്റർ ജീനെ കഹാദാക്കി ഭൂത് വഹം കാ നാം ഹെ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ഭൂത് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർസ്റ്റിഷൻ ആണ്. അത് ട്രൂ ആണ്. आगे देखिए व्याकरण देखिए जिस वाक्य में कर्ता मुख्य हो और क्रिया कर्ता का लिंग तथा वचन के अनुसार हो वह कर्तवाच्य कहलाता है. അതായത് ഏതെങ്കിലും ഒരു വാക്യത്തിൽ കർത്താവ് മുഖ്യമായിട്ട് വരികയും അതുപോലെ ക്രിയ കർത്താവിൻ്റെ ലിംഗത്തിനനുസരിച്ച് മാറുകയുമാണെങ്കിൽ അങ്ങനെയുള്ള വാക്യത്തിന് നമ്മൾ പറയുന്നത് കർത്തൃവാച്യം എന്ന് പറയുന്നു. അതുപോലെ വാക്യമേ കർമ്മ മുഖ്യമോ കർമ്മമാണ് മുഖ്യമായിട്ട് വരുന്നതും അതുപോലെ ക്രിയ കർമ്മക്കെ ലിംഗക്കെ തഥാ വചനക്കെ അനുസർ ക്രിയയിലുള്ള ലിംഗത്തിൻ്റെ വചനം മാറുന്നതും ആണെങ്കിൽ അങ്ങനെ പറയുന്നത് നമ്മൾ കർമ്മവാച്യ കഹലാത്ത. അതായത് കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്ന വാക്യത്തെ നമ്മൾ കർത്തൃവാച്യം എന്നും കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അതിന് കർമ്മവാച്യം എന്നും പറയുന്നു. ഇവിടെ നിങ്ങൾക്ക് ഉദാഹരണം തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ നിമ്നലിഖിത വാക്യോं को कर्मवाच्य में बदलाइए. ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. നിങ്ങൾ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടാവും. ये तो देखिए दूसरा क्वेश्चन मैं रात में दूध पीता हूँ. ഇത് നമ്മൾ പാസീവ് വോയിസിലാണെങ്കിൽ मुझसे दूध रात में पिया जाता है. ईश्वर सबकी रक्षा करता है. सबकी रक्षा ईश्वर द्वारा होती है. बच्चे फल तोड़ते हैं. बच्चों द्वारा फल तोड़ा जाता है. दादाजी कहानी सुनाते थे. दादाजी द्वारा कहानी सुनाई जाती थी. आगे देखिए निम्नलिखित वाक्यों को क्रियाओं में ऊम के स्थान पर एम लगाकर वाक्य पुनर्लिखिए. അതായത് ഊമിൻ്റെ സ്ഥാനത്ത് ആം ചേർത്തിട്ട് നിങ്ങളോട് വാക്യം മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. മേ ചലാവുങ്ക നമ്മൾ മാറ്റുമ്പോൾ ഹം ചലായെങ്കെ. मैं मीना के घर नहीं जा पाऊँगा. हम मीना के घर नहीं जा पाएंगे. मैं गाड़ी में बैठकर जाऊँगा. हम गाड़ी में बैठकर जाएंगे. मैं दीदी को परेशान नहीं करूँगा. हम दीदी को परेशान नहीं कराएंगे. आगे देखिए जब किसी क्रिया से पता चले कि काम बीते समय में हो चुका था तब वह क्रिया भूतकाल का क्रिया कहलाता है. അതായത് ക്രിയയിലൂടെ നമുക്ക് കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് മനസ്സിലാവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഭൂതകാലത്തിലുള്ള ക്രിയ എന്ന് പറയുന്നു. ജൈസെ ഹം കൽ സീത കെ ഘർ ഗയേ थे. ഭൂതകാൽ സെ സംബന്ധിത് 5 വാക്യ ലിഖിയെ എന്നാണ്. അതായത് നിങ്ങളോട് 5 വാക്യങ്ങൾ ഭൂതകാലത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. हमने खाना खाया था. मैं स्कूल गया था. दीदी कल बीमार थी. बारिश हो रही थी. बच्चे शोर मचा रहे थे. ഇതൊക്കെ ഭൂതകാലത്തിലുള്ള സെൻറ്റൻസ് ആണ്. മുഹാവരോं का अर्थ लिखिए और वाक्यों में प्रयोग कीजिए. ഇവിടെ തന്നിരിക്കുന്ന വാക്യം ഉപയോഗിച്ച് നിങ്ങളോട് സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രംഗോ ഹാത്ത് പക്കടന. രംഗോ ഹാത്ത് പക്കടന പോലീസിനെ ചോർക്കോ രംഗോ ഹാത്തോ പക്കടന. പോലീസ് കള്ളനെ കയ്യോടെ പിടികൂടി. ഇവിടെ രംഗോ ഹാത്തോ പക്കടന എന്നുള്ള सेंटेंस उपയോഗിച്ച് നമ്മൾ വാക്യമുണ്ടാക്കി. अगले 9-2-11 यहाँ देखिए पुलिस को देखते ही चोर 9-2-11 हो गया. കള്ളൻ പോലീസിനെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടു. അതായത് എസ്കേപ്പ് ചെയ്തു എന്നാണ് ഈ സെൻറ്റൻസിലൂടെ പറയുന്നത്. വാക്യോമേ പ്രയോഗ് കീജിയെ മേക്ക് സെൻറ്റൻസ്. നിങ്ങളോട് സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മിഠായി എന്നുള്ള വാക്യം ഉപയോഗിച്ചിട്ട് സെൻറ്റൻസ് നിർമ്മിക്കുക. സബി ബच्चे शौक से मिठाई खाते हैं. അടുത്ത വാക്ക് ചോർ. पुलिस ने चोर को पकड़ा. बंदर. बंदर पेड़ पर रहते हैं. पसंद मुझे मीठा पसंद है. लड्डू. बेसन के लड्डू स्वादिष्ट होते हैं. ये तो आप लिखिए और ये पाठ पढ़िए. धन्यवाद.